വിശ്വാസത്തിന്റെയും ആസ്വാദനത്തിന്റെയും കളിയാട്ടക്കാലത്തിന് മറ്റൊരു ദിനം കൂടി പ്രേക്ഷകരിൽ എത്തിച്ച ന്യൂസ് മലയാളം. കൂത്തുപറമ്പ്, മാങ്ങാട്ടിടം, കുറുമ്പക്കൽ, മടപ്പുരയിലെ തിരമഹോത്സവമാണ് ഇത്തവണ കളിയാട്ടത്തിൽ തത്സമയ സംപ്രേഷണം ചെയ്തത്. കളിയാട്ടക്കാവിൽ ചെണ്ടത്താളം മുറുകി, തെയ്യങ്ങൾ കാവിന്റെ മുറ്റത്ത് ഉറഞ്ഞാടി. ആചാരവും വിശ്വാസവും കലയും കഥകളും ഒരുമിച്ച് കൈപിടിച്ചാടുന്ന മറ്റൊരു തെയ്യക്കാവിന്റെ കാഴ്ച കൂടി പ്രേക്ഷകരിൽ എത്തുകയായിരുന്നു ന്യൂസ് മലയാളത്തിന്റെ കളിയാട്ടത്തിലൂടെ. ഗുളികനും കണ്ഠാകർണനും വസൂരിമാലയും പോരുതെയ്യങ്ങളും ഭക്തർക്ക് അനുഗ്രഹം നൽകി ഉറഞ്ഞാടി. മുത്തപ്പൻ വെള്ളാട്ടമായിരുന്നു വൈകിട്ട് 6 മണിയോടെ ആദ്യമെത്തിയത്. പിന്നാലെ കണ്ഠാകർണന്റെ വെള്ളാട്ടം അനുഗ്രഹം ചൊരിയാനെത്തി. ശിവന്റെ പുത്രിയായ ഭദ്രകാളിയുടെ വസൂരി മാറ്റാൻ പരമശിവന്റെ കണ്ഠത്തിൽ ജനിച്ച് കാതിലൂടെ പുറത്തേക്ക് വന്ന ഐതിഹ്യ കഥ ആടിത്തിമിർത്തു പറഞ്ഞു കണ്ഠാകർണൻ. കണ്ഠാകർണൻ ഭദ്രകാളിയുടെ വസൂരി മാറ്റിയെങ്കിലും വസൂരിക്ക് കാരണമായ മഹിഷാസുരന്റെ പത്നി മനോധരിയെ വെറുതെ വിട്ടില്ല. കണ്ഠാകർണന്റെ സഹായത്തോടെ തൻ്റെ മുന്നിലെത്തിച്ചു. പക്ഷേ മനോധരിയുടെ മാപ്പ് കേട്ട് മനസ്സലിഞ്ഞ ഭദ്രകാളി അവൾക്ക് വസൂരിമാല എന്ന പേര് നൽകി കൂടെ കൂട്ടി. ആ കഥ പറഞ്ഞ് വസൂരിമാല വെള്ളാട്ടം പിന്നാലെ എത്തി. കാലനില്ലാത്ത കാലത്തിന് അന്ത്യം കുറിക്കാൻ ശിവൻ സൃഷ്ടിച്ച മൂർത്തിയായ ഗുളികന്റെ അഭ്യാസ പ്രകടനങ്ങൾ. ചുറ്റിലും കത്തി നിൽക്കുന്ന 16 പന്തങ്ങളുമായി ക്ഷേത്രമുറ്റത്ത് കണ്ഠാകർണൻ ചുവടുവെച്ചു. തെയ്യക്കാവുകളിൽ നിന്ന് കാവുകളിലേക്കുള്ള ന്യൂസ് മലയാളത്തിന്റെ യാത്ര തുടരും.